ഈ സത്യസന്ധതയും മൂല്യങ്ങളും അസ്തമിച്ചപ്പോൾ ലോകം വേതാള നഗരമായി, ലോകം പിശാച് പാർക്കുന്ന പട്ടണമായി. സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായി. സൗഹാർദ്ദം ഉള്ളിൽ വിരിയേണ്ട വികാരമാണ്. മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം ഏറ്റവും ഉന്നതമായ ഒരവസ്ഥാവിശേഷമാണ്. അയൽവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇന്ന് എവിടെയാണ് വർഗീയത തിരനോട്ടം നടത്തിയത്? എവിടെ വെച്ചാണ് ആയുധപ്പുരകൾ നിർമ്മിതമായത്? ആരാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത്? ആരാണ് കുഞ്ഞുമക്കളുടെ ശിരസ്സെടുക്കാനുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടത്? ആരാണ് അർദ്ധരാത്രികളിലെ കടൽ തീരങ്ങളെ കലാപകലുഷമാക്കിയത്? ആരാണ് മീൻപിടുത്തത്തിന്റെ സൗന്ദര്യ ഗേഹങ്ങളിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചത്? ആരാണ് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നത്? ആരാണ് അമ്മ പെങ്ങന്മാരെ ഉമ്മ പെങ്ങന്മാരെ അകറ്റിയത്? ആരാണ് ഒരു കുടുംബത്തിലെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചവരെ ശത്രുക്കളാക്കിയത്? അയൽപക്ക ബന്ധങ്ങൾ അസ്തമിച്ചു പോയതാണ്. അയൽവാസിയെ മാനിക്കണേ, അയൽവാസിയെ സ്നേഹിക്കണേ. അയൽവാസിയുടെ പ്രാധാന്യം ഏറെ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് ദൈവദൂതർ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം